കോഴിക്കോട് മിഠായി തെരുവിൽ വലിയ തീപിടുത്തമുണ്ടായിരിക്കുന്നു. വിവരങ്ങൾ നൽകാനായി മേഘ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. മേഘ, എന്താണ് സംഭവിച്ചത്? തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? മനു, കോഴിക്കോട് മിഠായി തെരുവിലെ മോഡേൺ ടെക്സ്റ്റൈൽസിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ ഒരു തരത്തിലും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മിഠായി തെരുവിന്റെ തുടക്ക ഭാഗത്ത് തന്നെയാണ് വലിയ തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SM സ്ട്രീറ്റിലെ എല്ലാ കടകളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നു. ആളുകൾ കൂട്ടം കൂട്ടമായി SM സ്ട്രീറ്റിലേക്ക് എത്തുന്നത് ഉൾപ്പെടെയുള്ളവ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. നിലവിൽ വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 3 ബസ്സിനായി ഫയർഫോഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ബിൽഡിംഗ്, അതായത് ഈ മോഡേൺ ടെക്സ്റ്റൈൽ വിൽക്കുന്ന ഒരു ബിൽഡിംഗ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. മറ്റ് കടകളിലേക്കും തീ പടരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുമ്പിൽ കാണുന്നത്. ഗ്യാസ് ഉൾപ്പെടെയുള്ളവ ഉള്ള കടകൾ ഉണ്ടോ എന്നതും പോലീസിന് ആശങ്ക ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീ കൂടുതൽ ശക്തമാകാനുള്ള പടരാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. എല്ലാ തരത്തിലും ഇവിടെ നിന്ന് ആളുകളെയും ഒഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേഘ, തുണിക്കടയ്ക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ആളുകൾ ഉണ്ടായിരുന്നോ? അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ഇപ്പോൾ? മനു, ഇവിടെ നിന്ന് ഇപ്പോൾ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൂടുതലായി അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അങ്ങോട്ടൊന്നും തന്നെ നമുക്ക് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. വലിയൊരു തീപിടുത്തം തന്നെ, തീഗോളം തന്നെയാണ് നമുക്കിവിടെ മിഠായി തെരുവിൽ കാണാൻ സാധിക്കുന്നത്. ആളുകളെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഠായി തെരുവിൽ നിന്നും ഗ്യാസ് ഉൾപ്പെടെയുള്ള സൂക്ഷിച്ചിരിക്കുന്ന കടകൾ ഉള്ളതിനാൽ തന്നെ വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ ഇവിടുന്ന് പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനു, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? മേഘ കേൾക്കാമോ? കോഴിക്കോട് മിഠായി തെരുവിൽ വലിയ തീപിടുത്തമുണ്ടായിരിക്കുന്നു. വലിയ തീപിടുത്തം എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. തുണിക്കടയിലാണ് തീപിടുത്തമുണ്ടായത്. അല്പസമയം മുമ്പാണ് തീപിടുത്തമുണ്ടായത്. ഏതായാലും ഈ കടയിൽ ആ സമയത്ത് വ്യാപാരത്തിനായി ആളുകൾ എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എത്രമാത്രം ആളുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ മിഠായി തെരുവിലേക്ക് ഇപ്പോൾ ആരെയും പോലീസും ഫയർഫോഴ്സും അടുപ്പിക്കുന്നില്ല. എല്ലാവരെയും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സൂചനകളാണ് നൽകുന്നത്. ഒരുപാട് കടകൾ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മിഠായി തെരുവ്. അതുകൊണ്ട് തന്നെ വലിയൊരു തീപിടുത്തത്തിന്റെ സാധ്യതകളാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. നിരവധി ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്തി തീ അണയ്ക്കാനുള്ള വലിയ തോതിലുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് മിഠായി തെരുവിലുണ്ട നിരവധി തീപിടുത്തങ്ങൾ സമീപകാലത്ത് നമ്മൾ കണ്ടിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു തീപിടുത്തം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത്തവണ ഒരു വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ടെക്സ്റ്റൈൽസ് കടയാണ്. മേഘ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. മേഘ, ഈ കട എപ്പോഴാണ് തീപിടുത്തം നടന്നത്? ഇത് സംബന്ധിച്ച് എന്താണ് കാരണം? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നോ നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? മനു, ഏകദേശം 11:30 കൂടിയാണ് ഈ തീ പടരുന്നതായി കണ്ടത്. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിഗമനത്തിൽ എത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷേ ഇവിടെയുള്ള കോഴിക്കോട് മിഠായി തെരുവിലെ രാധാ തിയേറ്ററിന് സമീപമുള്ള കടയ്ക്കാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മോഡേൺ ടെക്സ്റ്റൈൽ ഉൾപ്പെടുന്ന ബിൽഡിംഗ്, രാധാ തിയേറ്ററിന് തൊട്ടടുത്തുള്ള മോഡേൺ ടെക്സ്റ്റൈൽ ഉൾപ്പെടുന്ന ബിൽഡിംഗ് പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ ഒക്കെ തന്നെ ഇവിടെ നിന്ന് SM സ്ട്രീറ്റിൽ നിന്ന് പുറത്തേക്ക് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീ കൂടുതൽ ആളിപ്പടരുന്ന ഒരു കാഴ്ച തന്നെയാണ് മനു നമുക്ക് മേഘ നമുക്കറിയാൻ കഴിയുന്ന 5 കടകൾ സമീപത്തുള്ള 5 കടകളിലേക്ക് കൂടി തീ പടർന്നിരിക്കുന്നു എന്നാണ് നമുക്ക്. ഉൾപ്പെടെയുള്ളവ നിൽക്കുന്ന കടകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് കടക്കുമോ എന്ന അവസ്ഥയിലാണ്. ഇവിടെ നിന്നും കൊണ്ട് പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു തരത്തിലും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കൂടുതൽ കടകളിലേക്ക് തീ ആളിപ്പടരുന്ന ഒരു കാഴ്ചയാണ് മനു നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. മേഘ, നമുക്കറിയാൻ കഴിയുന്ന സമീപത്തെ 5 കടകളിലേക്ക് കൂടി തീ പടർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരുപാട് ആളുകൾ എത്തുന്ന സ്ഥലമാണല്ലോ. ഈ അവിടെ എത്തിയ ആൾക്കാരെ ഒഴിപ്പിക്കുന്നത് കൂടാതെ എത്ര യൂണിറ്റ് ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്? ഈ തീ അണയ്ക്കുന്ന അതിനുള്ള മതിയായ സൗകര്യങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തി കഴിഞ്ഞോ? മനു, തീർച്ചയായും വളരെ ആശങ്കയോടെ നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഈ 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പക്ഷേ തീ പടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അടുത്തിടെയുള്ള 5 കടകളിലേക്ക് കൂടി തീ വ്യാപിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ആളുകളെ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ആളുകളെ പൂർണ്ണമായും ഇവിടെ ഒഴിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കടകളിലൊന്നും തന്നെ ആളുകൾ ഇല്ല
എന്നതും ആശ്വാസം നൽകുന്നു. പക്ഷേ തീ അണയ്ക്കുന്ന കാര്യത്തിൽ ഇതുവരെയും പൂർണ്ണതയിലെത്താൻ സാധിച്ചിട്ടില്ല. ഓരോ കടകളിലേക്കും തീ ആളിപ്പടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, മിഠായി തെരുവാണ്, ഒരുപാട് തുണി ഉൾപ്പെടെയുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കടകൾ ഉള്ള ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീ മറ്റു കടകളിലേക്ക് ആളിപ്പടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്യാസ് മേഘ, സമീപത്ത് രാധ തിയേറ്റർ ഒരു മതിൽക്കെട്ടിനപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ തിയേറ്ററിന്റെ പ്രവർത്തനമൊക്കെ ഇപ്പോൾ നിർത്തിവെച്ചോ? അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ടോ? കോഴിക്കോട് മിഠായി തെരുവിൽ വലിയ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ഒരു മോഡേൺ ടെക്സ്റ്റൈൽസ് എന്ന തുണിക്കടയിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. വലിയ തീപിടുത്തമാണ്. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകളടക്കം ഇപ്പോൾ തീ അണയ്ക്കാനായി എത്തിയിരിക്കുന്നു. ആൾക്കാരെ എല്ലാം ഒഴിപ്പിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും അപകടം സംഭവിക്കുക ഇതുവരെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. 5 കടകൾക്ക്, സമീപത്തെ 5 കടകളിലേക്ക് കൂടി തീ പടർന്നു എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന്റെ പ്രാഥമിക കാരണമെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആളുകളെല്ലാം ഒഴിപ്പിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും അപകടം സംഭവിച്ചോ എന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള വ്യക്തതയും ലഭിച്ചിട്ടില്ല. ഒരു 11 മണിയോട് കൂടിയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പഴയൊരു കെട്ടിടം തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിൽ തീ ആളി പടർന്ന് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. സമീപത്തെ 5 കടകളിലേക്ക് കൂടി തീ പടർന്ന് പിടിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഈ ടെക്സ്റ്റൈൽസിന്റെ തൊട്ടപ്പുറത്ത് തന്നെ രാധ തിയേറ്റർ എന്ന ഒരു വലിയ തിയേറ്റർ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മേഘ, ഈ ഇതിന്റെ ഒരു മതിൽക്കെട്ടിനപ്പുറത്ത് രാധ തിയേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ തിയേറ്ററിന്റെ പ്രവർത്തനം നിർത്തിവെച്ചോ? അവിടെ എത്തിയ ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ടോ? എന്താണ് ഒരു അവസ്ഥ? മനു, ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തീ തുടക്കത്തിലെ തന്നെ തീ പടരുമ്പോൾ തന്നെ ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. ആളപായം ഒന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. പക്ഷേ തീ ഇതുവരെയും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. 5 കടകളിലേക്ക് കൂടി തീ വ്യാപിച്ചിരിക്കുന്നു. ഫയർഫോഴ്സിന് 3 യൂണിറ്റ് ഇവിടെയുണ്ട്. പക്ഷേ തീ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയുള്ള ഈ മോഡേൺ ടെക്സ്റ്റൈലിനോട് അടുത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ കത്തി നശിച്ച ഒരു കാഴ്ച തന്നെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇവിടെ MK രാഘവൻ MP എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആളുകളോട് സംസാരിക്കുകയാണ്. ഫയർഫോഴ്സും ഒപ്പം തന്നെ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് പോലീസും ഇവിടെ കൃത്യമായി തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്യാസ് സൂക്ഷിച്ചിരിക്കുന്ന കട ഉള്ളത് കൊണ്ട് തന്നെ അത് വലിയ ദുരന്തമാകുമോ എന്ന പേടിയിലാണ് ഇപ്പോൾ നാട്ടുകാരും ഉൾപ്പെടെയുള്ളത്. ആളുകളെ ഒന്നും തന്നെ ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അത് ഗതാഗത നിയന്ത്രണമൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 കടകളാണ് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുള്ളത്. തീ പടരുന്ന ഒരു കാഴ്ച തന്നെയാണ് മനു നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഭാഗത്തേക്ക് മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ കടത്തിവിടുന്നില്ല. കാരണം തീ ആളിപ്പടരുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിലവിൽ ഇപ്പോൾ അവിടെയുള്ളത്. മനു, മേഘ, ഈ വൈദ്യുതി ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ വിച്ഛേദിച്ചിട്ടുണ്ടോ കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്? വൈദ്യുതി ബന്ധം അടക്കമുള്ള കാര്യങ്ങളൊക്കെ വിച്ഛേദിച്ചിട്ടുണ്ടോ? കാരണം വൈദ്യുതി ലൈനുകളെല്ലാം കടന്നു പോകുന്നതാണല്ലോ. പൂർണ്ണമായും പഴയ കെട്ടിടങ്ങൾ കൂടിയാണല്ലോ ഈ മിഠായി തെരുവിൽ കൂടുതലായി ഉള്ളത്. ഹലോ, മേഘയിലേക്ക് എത്താം. അവിടുത്തെ ബഹളം കാരണം മേഘയ്ക്ക് കൃത്യമായി വ്യക്തമാകുന്നില്ല ചോദ്യങ്ങൾ. ഏതായാലും വലിയൊരു തീപിടുത്തം മിഠായി തെരുവിൽ ഉണ്ടായിരിക്കുന്നു. മോഡേൺ ടെക്സ്റ്റൈൽസിലാണ് തീപിടുത്തം ഉണ്ടായത്. സമീപത്തെ 5 കടകളിലേക്ക് കൂടി തീ പടർന്നു പിടിച്ച ഒരു സാഹചര്യമാണ് നമുക്ക് നിലവിൽ അറിയാൻ വേണ്ടി കഴിയുന്നത്. വലിയൊരു തീപിടുത്തം തന്നെ. ആളുകളെല്ലാം ഒഴിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും ഭയപ്പാടോടെ കാണേണ്ടത് അവിടെ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൌൺ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് തീ പടർന്നാൽ ഒരുപക്ഷെ അത് വലിയ അപകടത്തിലേക്ക് എത്തിച്ചേരും. അത് ഒഴിവാക്കാനുള്ള തീവ്രമായ ശ്രമത്തിനാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നുള്ള സംയുക്തമായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. മേഘ ഒരിക്കൽ കൂടി ചേരുന്നു. മേഘ, ഈ വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങൾ വിച്ഛേദിച്ചിട്ടുണ്ട്. കാരണം ഈ പഴയ കെട്ടിടങ്ങളാണല്ലോ മിഠായി തെരുവിൽ കൂടുതലും ഉള്ളത്. മനോ, നിലവിൽ ഇവിടെ വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കുന്ന കാര്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. തീ കൂടുതൽ കടകളിലേക്ക് ആളിപ്പടരുക തന്നെയാണ്. ഇപ്പോഴും ഒരു തരത്തിലും തീ പടരുന്നത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഗ്യാസ്
കടകൾ ഉള്ളത് തന്നെയാണ് വലിയ തരത്തിൽ ആളുകൾക്ക് ഭീതി സൃഷ്ടിക്കുന്നത്. ഇതുവരെയും മുകളിലേക്ക് തീ ആളിപ്പടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ തീ അണയ്ക്കാനുള്ള കഠിനമായ ശ്രമത്തിൽ തന്നെയാണ്. നാട്ടുകാരെ ഒക്കെ തന്നെ ഇങ്ങോട്ട് കടത്തിവിടാതെ രക്ഷാപ്രവർത്തനം നന്നായി തന്നെ പുരോഗമിക്കുന്നു. പക്ഷേ തീ അണയ്ക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ 5 യൂണിറ്റ്, നേരത്തെ 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിഠായി തെരുവിൽ ഒരുപാട് ടെക്സ്റ്റൈൽ കടകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള തീ ആളിപ്പടരും എന്ന ആശങ്ക തന്നെയാണ് നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. മനു, ആളുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. ആളുകളെയൊക്കെ ചെറിയൊരു തീ കണ്ട് ഉടൻ തന്നെ ആളുകളെയൊക്കെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. മനു, മേഘ, ഇനിയും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റിനെ വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ടോ? കാരണം തീ ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ കടകളിലേക്ക് തീ വ്യാപിക്കുന്നു. മറ്റൊന്ന്, ഗ്യാസ് സിലിണ്ടർ ഒക്കെയുള്ള ഗോഡൌണുകൾ പോലത്തെ സ്ഥാപനങ്ങൾ അവിടെയുള്ള സ്ഥിതിക്ക് മനു, നേരത്തെ 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് കരുതിയതിനെ തുടർന്നാണ് ഇപ്പോൾ 2 യൂണിറ്റ് ഫയർഫോഴ്സ് കൂടെ എത്തിയിരിക്കുന്നു. അങ്ങനെ മൊത്തം 5 യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തോട്ട് അവിടെ നിന്നും തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തീഗോളം നമുക്ക് മിഠായി തെരുവിന്റെ തുടക്ക ഭാഗത്തിൽ, ലൈസൻസ് സ്ട്രീറ്റിന്റെ തുടക്ക ഭാഗത്തിൽ തന്നെ കാണാം. ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള കഠിനമായ ശ്രമത്തിൽ തന്നെയാണ്. ഈ മോഡേൺ ടെക്സ്റ്റൈൽസിലേക്ക് തീ ആളിപ്പടരുന്ന ഒരു കാഴ്ച തന്നെയാണ്, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. MK രാഘവൻ MP ഇവിടെ എത്തിയിട്ടുണ്ട്, കടക്കാരുമായി സംസാരിക്കുന്നു. ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് ഇത്തരമൊരു അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനു, മേഘ, വലിയ തീപിടുത്തമാണ്. ഈ ഫയർഫോഴ്സ് പ്രവർത്തകർക്ക് അവർക്ക് ഈ തീ പിടിച്ച മോഡേൺ ടെക്സ്റ്റൈൽസിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? കാരണം അത്രയ്ക്കുള്ള ഒരു തീപിടുത്തം മനു, ഒരിക്കലും അങ്ങോട്ട് കടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. പുറത്തു നിന്ന് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഭാഗത്തേക്ക് പോലും പോകാൻ സാധിക്കില്ല. ശക്തമായ തീയും പുകയുമാണ്. അങ്ങോട്ട് പോകുന്ന മാധ്യമ പ്രവർത്തകരെ തന്നെ ഒഴിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്യാസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആളുകൾ ഒരു ഭാഗത്തുകൂടി, തുണി ഉൾപ്പെടെ തുണിക്കടക്കാരൊക്കെ തന്നെ ഒരു ഭാഗത്തുകൂടി തങ്ങളുടെ സാധനങ്ങൾ എടുത്തോടുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഏതായാലും ശക്തമായ രീതിയിൽ തന്നെ തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും തീ പൂർണ്ണമായും അണഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല. തീ ആളിപ്പടരുന്ന ഒരു കാഴ്ച തന്നെയാണ്. മറ്റു കടകളിലേക്കും കൂടി തീ ആളിപ്പടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുണിക്കട ഉൾപ്പെടെ ആയതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് പടരാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 3 ഫയർഫോഴ്സിന് പകരം ഇപ്പോൾ 5 ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തിയിരിക്കുന്നു. ശക്തമായ രീതിയിൽ തന്നെ ഫയർഫോഴ്സ് ഇടപെടുന്ന ഒരു കാഴ്ച. ഇപ്പോഴും തീ മുൻപോട്ട് ആളിപ്പടരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെ പൂർണ്ണമായും ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് മനു നമുക്ക് കാണാൻ സാധിക്കുന്നത്. കടക്കാരെ, തന്റെ കടയെ നോക്കാൻ വരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഒക്കെ തന്നെ ഇവിടെ നിന്ന് പോലീസ് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. തീ ഇതുവരെയും പൂർണ്ണമായി അണഞ്ഞിട്ടില്ല. തീ കത്തി തന്നെ കൊണ്ടിരിക്കുകയാണ്. മനു, മേഘ, ഈ മോഡേൺ ടെക്സ്റ്റൈൽസിലേക്ക് ഏതായാലും കടന്നു ചെല്ലാൻ ഫയർഫോഴ്സിന് കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും തീ പടരുന്നത് തടയാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? മനു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ശക്തമായ ശ്രമം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീ അണയ്ക്കാനുള്ള കാര്യങ്ങൾ മുൻപോട്ട് തന്നെ പോവുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് പോലീസും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്നിട്ടുണ്ട്. കടകളിലേക്ക്, തുണിക്കട ഉൾപ്പെടെയുള്ള കടകളായതിനാൽ തന്നെ തീ പടരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലൊക്കെ തന്നെ ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തി വരികയാണ്. 5 കടകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ആളുകൾക്ക് ഒന്നും തന്നെയും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഫയർഫോഴ്സ് 5 യൂണിറ്റ് ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. MK രാഘവൻ MP ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നാട്ടുകാരും ഒപ്പം തന്നെ കടക്കാരുമായി സംസാരിക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ കാലങ്ങളിലൊക്കെ തന്നെയും ഈ മിഠായി തെരുവ്, കോഴിക്കോടിന്റെ വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിൽ തീ പടർന്നിരുന്നു. ഇപ്പോൾ തീ കുറച്ചുകൂടി കടകളിലേക്ക് ആളുന്ന ഒരു കാഴ്ച കൂടിയാണ് മനു നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായും തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മുൻപോട്ടുള്ള കടകളിലേക്ക് കൂടി തീ ആളിപ്പടരുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. മനു, ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ 5 യൂണിറ്റ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കടകളിലേക്ക് ആളിപ്പടരുന്ന തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നു തന്നെ കൊണ്ടിരിക്കുകയാണ്. മനു,
മേഘ, നമുക്കറിയാം പഴയ കടകളാണ്, സ്വാഭാവികമായും വയറിങ്ങുകളടക്കം ഇലക്ട്രിക് സംവിധാനങ്ങളിലെല്ലാം പ്രശ്നമുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ ഈ മറ്റ് കടകളിലേക്ക് തീ പടരുന്നത് തടയാൻ കഴിയും? ഹലോ മേഘ, കേൾക്കാമോ? ഒരിക്കൽ കൂടി. അതായത് നമുക്കറിയാം ഈ പഴയ കെട്ടിടങ്ങളാണ്, ഈ ഇലക്ട്രിക് സംവിധാനങ്ങളെല്ലാം പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായും എങ്ങനെ തീ അണയ്ക്കാൻ സാധിക്കും? മനു, അതുകൊണ്ട് തന്നെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങളാണ്. തീ കൂടുതൽ കടകളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ബാധിക്കാത്ത ഇടങ്ങളിൽ കൂടി തീ പടരുന്ന ഒരു കാഴ്ച, പുകകൊണ്ട് മൂടിയ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ പൂർണ്ണമായും ആ കടയുടെ ഭാഗത്ത് നിന്ന്, ആ കടയിൽ നിന്ന് മറ്റ് കടകളിലേക്ക് കൂടി തീ പടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് ബിൽഡിങ്ങുകളിലേക്ക് കൂടി തീ പടർന്നുകൊണ്ടിരിക്കുന്നു. ദേശീയപാതയ്ക്ക് അടുത്തേക്ക് കൂടിയായി തീ പടരുന്ന ഒരു കാഴ്ച, അതായത് മിഠായി തെരുവിൽ നിന്ന് ദേശീയപാതയിലേക്ക് പോകുന്ന ഇടങ്ങളിലേക്ക് ഏകദേശം തീ പടരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് 5 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെയുണ്ട്. തീ അണയ്ക്കാനുള്ള ശക്തമായ ശ്രമമാണ് ഫയർഫോഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെ, രക്ഷാപ്രവർത്തനത്തിന് വന്ന നാട്ടുകാരെ കാണാൻ വന്ന ആളുകളെ ഉൾപ്പെടെയുള്ളവ പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഇവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ കടകളിലേക്ക് വ്യാപിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് മനു നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. പഴയ ബിൽഡിങ്ങുകൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് അഗ്നിക്കിരയാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് തീ അണയ്ക്കാനുള്ള കഠിനമായ ശ്രമമാണ് മനു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മേഘ, ഈ ദേശീയപാതയിലേക്ക് തീ പടർന്നാൽ ഒരുപക്ഷെ അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. ഈ വാഹന ഗതാഗതം അടക്കം തിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടികളാണോ ഇപ്പോൾ പോലീസ് നടത്തുന്നത്? മനു, ദേശീയപാതയ്ക്ക് അരികിലായിട്ടാണ് മിഠായി തെരുവ്. ദേശീയപാതയുടെ അറ്റത്തേക്കായി തീ എത്തിയിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് മിഠായി തെരുവ് തുടങ്ങുന്ന ഭാഗത്ത്, രാധാ തിയേറ്റർ എന്ന് പറയുന്നത് മിഠായി തെരുവിന്റെ ഏകദേശം നടുഭാഗത്തായി വരും. അതിന്റെ അടുത്ത് നിന്ന് മറ്റ് ദേശീയപാതയ്ക്ക് ഭാഗത്തേക്കുള്ള കടകളിലേക്ക് കൂടി തീ വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ദേശീയപാത ഇപ്പോൾ പൂർണ്ണമായും അവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങോട്ട് SM സ്ട്രീറ്റിന്റെ ഭാഗത്തേക്ക് ഒരു വാഹനവും ഒന്നും തന്നെ കടത്തിവിടുന്നില്ല. കാരണം തുടക്ക ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ തീ പടർന്നിരിക്കുന്നത്. ദേശീയപാതയിലും ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ആളുകളെ ഒഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇവിടെ നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തീ ഇതുവരെയും നിയന്ത്രണ വിധേയമായിട്ടില്ല. കൂടുതൽ കടകളിലേക്ക് തീ ആളിപ്പടരുന്ന ഒരു കാഴ്ചയാണ് മനു നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. മേഘ, എന്തെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഈ തീ പടർന്നു പിടിച്ച സമയത്ത് തന്നെ ആളുകളെ ഒഴിപ്പിച്ചത് കൊണ്ട് ഒരു വലിയ അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞോ? തീർച്ചയായും വലിയൊരു അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വേണം നിലവിൽ പറയാൻ. കാരണം ആ ഒരു ഭാഗത്ത് തന്നെ തീ പടരുമ്പോൾ ആളുകളെയൊക്കെ തന്നെ പൂർണ്ണമായും ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ, കാരണം മിഠായി തെരുവിൽ തീ പിടിക്കുക എന്നത് അടുത്തിടെയായി സ്ഥിരം സംഭവമായിരുന്നു. പക്ഷെ ചെറിയൊരു തീ ആളിപ്പടരുന്നു. അതുകൊണ്ട് തന്നെ ആ തീ ശമിക്കുന്ന ഒരവസ്ഥയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നുണ്ടായ തീപിടുത്തം എന്ന് പറയുന്നത് വലിയ കടകളിലേക്ക് കൂടി, വലിയ ബിൽഡിങ്ങുകൾ കൂടി ആ തീ ആളിപ്പടരുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആളുകളെ അപ്പോൾ തന്നെ ഒഴിപ്പിച്ചിരുന്നു. അത് വലിയ തരത്തിലുള്ള ഒരു അപകടം ഒഴിവാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നത് വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നു. കാരണം 5 കടകൾ കത്തിനശിച്ചിരിക്കുന്നു. ബാക്കിയുള്ള കടകളിലേക്ക് കൂടി തീ പടരുന്ന ഒരു കാഴ്ചയാണ്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടും തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അത് വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. NK രാഘവൻ MP ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾ കടക്കാരുമായി സംസാരിക്കുന്നു. ഇവിടെയുള്ള ജനങ്ങളുമായി സംസാരിക്കുന്നു. തീ പടരാനുണ്ടായ സാഹചര്യമൊക്കെ സംസാരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വെള്ളം തീർന്ന ഒരു അവസ്ഥ കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ദുരിതം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് വെള്ളം തീർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം തീ അണയ്ക്കുന്നത് ഇപ്പോൾ നിന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് മനു ഇവിടെ ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും മേഘ, അത് വളരെ വലിയൊരു പ്രശ്നമാണ് സൃഷ്ടിക്കുക. കാരണം അടുത്തടുത്ത് ഒരുപാട് കെട്ടിടങ്ങൾ ചേർന്നിരിക്കുന്ന സ്ഥലമാണ് മിഠായി തെരുവ്. ഇപ്പോൾ വെള്ളവും കൂടി തീർന്നു പോയാൽ ഈ 5 കടകൾക്കപ്പുറം മറ്റ് നിരവധി കടകളിലേക്ക് തീ പടർന്നു പിടിക്കില്ലേ? ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ കഴിയും? അത്തരത്തിലൊരു വലിയ ദുരന്തത്തിന്റെ മുഖത്താണോ ഇപ്പോൾ മിഠായി തെരുവുള്ളത്?
മനു 5 ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ ഉണ്ട്. അതിൽ ഒരു ഫയർഫോഴ്സ് യൂണിറ്റിന്റെ വെള്ളമാണ് ഇപ്പോൾ തീർന്നിരിക്കുന്നത്. ചെറിയ രീതിയിൽ ഇപ്പോഴും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് കടകൾക്ക് തീ അണയ്ക്കുന്ന പ്രവർത്തനം ഇപ്പോഴും നടന്നു കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ തീ അണയ്ക്കാൻ സാധിച്ചു എന്ന് തന്നെ കരുതുന്നു. പക്ഷേ വലിയ പുകയും തീഗോളവും നമുക്ക് കാണാം. നേരത്തെയുള്ള അപകടാവസ്ഥയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. മറ്റ് കടകളിലേക്ക് വ്യാപിക്കുന്നത് ചെറിയ തരത്തിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗ്യാസ് കട എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് തീ പടരുമോ എന്ന ആശങ്ക തന്നെയാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മനു ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീ അണയ്ക്കൽ ഒന്നുകൂടി സുഗമമായി നടക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് കരുതുന്നത്. നേരത്തെ ഒരു 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലവിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ജില്ലാ കളക്ടർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മനു, അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും കോഴിക്കോട് മിഠായി തെരുവിൽ വലിയ തീപിടുത്തമുണ്ടായിരിക്കുന്നു. 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലവിൽ അവിടെ എത്തിയിരിക്കുന്നു. പക്ഷേ ഇതുവരെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ തീയും പുകയും ഒപ്പം തന്നെ സമീപത്തെ ദേശീയപാതയിലേക്ക് കൂടി ഒരു തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ഒരു ഗ്യാസിന്റെ ഗോഡൌൺ ഉണ്ട് അവിടെ. അത് വലിയൊരു അപകട ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ തീ ഗ്യാസിന്റെ ഗോഡൌണിലേക്ക് പറഞ്ഞാൽ വലിയൊരു ദുരന്തത്തിനായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് അണയ്ക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഫയർഫോഴ്സ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് നിലവിൽ തീ അണയ്ക്കാൻ തീവ്ര പരിശ്രമത്തിലാണ്. അതിനിടയ്ക്ക് ഒരു ഫയർഫോഴ്സിന്റെ വെള്ളം തീർന്നതായുള്ള വാർത്തകൾ വരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. മോഡേൺ ടെക്സ്റ്റൈൽസിലാണ് തീപിടുത്തം ഉണ്ടായത്. നമുക്കറിയാം മിഠായി തെരുവിൽ തീർച്ചയായിട്ടും പഴയ കാലത്തുള്ള കെട്ടിടങ്ങളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ വലിയ സാധ്യതകൾ തന്നെയുണ്ട്. അത്തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ടാണ് ഇന്നത്തെയും അപകട കാരണമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ നിലവിൽ 5 കടകൾ കൂടി കത്തി നശിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. ഒരു വലിയ തീപിടുത്തമുണ്ടായി മോഡേൺ ടെക്സ്റ്റൈൽസിൽ. അത് സമീപത്തുള്ള കടകളിലേക്ക് പടർന്നു പിടിക്കുന്നു. ഫയർഫോഴ്സ് തങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നു തീ അണയ്ക്കാൻ വേണ്ടി. പക്ഷേ ഈ തീ പടർന്നു പിടിച്ചത് അണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഇതുവരെ ഈ മോഡേൺ ടെക്സ്റ്റൈൽസിലേക്ക് ഫയർഫോഴ്സിന് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. അത്രമാത്രം വലിയൊരു തീയാണ് ഉണ്ടായിരിക്കുന്നത്. ആകാശത്തോട്ട് വലിയ തീഗോളങ്ങളും പുകപടലങ്ങളും ഉയർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കോഴിക്കോട് മിഠായി തെരുവിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ഒരു ഭാഗ്യം എന്തുകൊണ്ടെന്നാൽ ഇതുവരെ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചെറിയൊരു തീ കണ്ട ഉടനെ തന്നെ ആൾക്കാരെ എല്ലാം ഒഴിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇതുവരെ അപകടം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സമീപത്ത് തന്നെ വലിയൊരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളെയൊക്കെ ഒഴിപ്പിച്ചു. ഒരുപാട് കെട്ടിടങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മിഠായി തെരുവ്. അതുകൊണ്ട് തന്നെ ഒരു കടയിൽ തീ ഉണ്ടായാൽ തന്നെ മറ്റു കടകളിലേക്ക് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഏത് വിധേനയും തടയാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 5 കടകളിലേക്ക് കൂടി ഇത്തരത്തിൽ ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോഴും 5 കടകളിലേക്ക് കൂടി തീ പടർന്നിരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടി നമുക്ക് അവിടെയുണ്ട്. ഈ മിഠായി തെരുവിലുണ്ട്. അങ്ങോട്ടേക്ക് തീ പടരാതിരിക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ്. കാരണം അത്തരത്തിലൊരു തീപിടുത്തമുണ്ടായ ഒരു വലിയ അപകടത്തിലേക്ക് ഒരു പക്ഷേ മിഠായി തെരുവ് കടന്നു പോകും. അതുണ്ടാകാതിരിക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ അവിടെ ഫയർഫോഴ്സ് ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കടകൾ ചേർന്നിരിക്കുന്ന ഒരു പ്രദേശം. ജനപ്രതിനിധികളും കളക്ടറും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട്. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 11 മണിയോടുകൂടിയാണ് ഇന്ന് 11 മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി മേഘ അവിടെ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. മേഘ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, തീ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? മനു, ഇതുവരെയും തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. വലിയ തരത്തിലുള്ള കറുത്ത പുക ഉയരുന്നത് എനിക്ക് പിറകിലായി കാണുന്ന ബിൽഡിംഗിൽ നിന്നും വലിയ തരത്തിലുള്ള കറുത്ത പുക ഉയരുന്നത് കാണാം. ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. തീ ആളിപ്പടരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോഡേൺ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നു. 6 യൂണിറ്റ് ഫയർഫോഴ്സ് നിലവിൽ ഇവിടെയുണ്ട്. പക്ഷേ തീ പൂർണ്ണമായും അണയ്ക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. തുണി ഉൾപ്പെടെയുള്ള കടകൾ ആയതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ തീ മറ്റ് കടകളിലേക്ക് പടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത് ഗ്യാസ് ഉൾപ്പെടെയുള്ളവ നിൽക്കുന്ന കടകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് വലിയ തരത്തിലുള്ള ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന ആശങ്കയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഇവിടെ MK രാഘവൻ MP, കോഴിക്കോട് ജില്ലാ കളക്ടർ, ഒപ്പം തന്നെ കോഴിക്കോട് മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ആളുകളെയൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന്.
ജില്ലാ കളക്ടറാണ് മനു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. സാർ, നിലവിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ സാർ നിലവിൽ? അല്ല, ഞങ്ങൾ അതിനുള്ള മാക്സിമം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫയർ എഞ്ചിൻസ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ്. മനു, കളക്ടറുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് തീ അണയ്ക്കാനുള്ള കൂടുതൽ ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫയർ എഞ്ചിനുകൾ പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം തന്നെ പൂർണ്ണമായും ഇവിടെ നിന്ന് തീ അണയ്ക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഓരോ ബിൽഡിങ്ങുകളിലേക്കും തീ കൂടുതൽ ആളിപ്പടരുന്ന ഒരു കാഴ്ച തന്നെയാണ് മനു ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. മനു, ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എന്ന് തോന്നുന്നു. നേരത്തെ 5 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ളത്. പക്ഷേ ഇതുവരെയും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. അത് മറ്റ് കടകളിലേക്ക് പൂർണ്ണമായും വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു കാഴ്ച. പുതിയ ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാർ അതിനുള്ള സഹായം നൽകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. പുറകു ഭാഗങ്ങളിലേക്കുള്ള ബിൽഡിങ്ങുകളിലേക്ക് കൂടി തീ പടർന്നിട്ടുണ്ടോ എന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ അണയ്ക്കാനുള്ള ശക്തമായ ശ്രമമാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഗതാഗത നിയന്ത്രണവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബിൽഡിങ്ങുകൾ, നേരത്തെ മോഡേൺ ടെക്സ്റ്റൈൽ ഉൾപ്പെടുന്ന ബിൽഡിങ്ങിലെ തീ ഇതുവരെയും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. അത് മറ്റിടങ്ങളിലേക്ക് കൂടി കൂടുതൽ വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിഠായി തെരുവ് എന്ന് പറയുമ്പോൾ നിരവധി വ്യാപാര കടകൾ ഉള്ള ഇടങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റു കടകളിലേക്ക് കൂടി തീ ആളിപ്പടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. 6ാമതൊരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാ തരത്തിലുള്ള ഗതാഗത നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകളെ ഒന്നും തന്നെയും ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല. കാരണം ഗ്യാസ് ഉൾപ്പെടെയുള്ള സൂക്ഷിച്ചിരിക്കുന്ന കടകൾ അതിന് തൊട്ടടുത്തായുണ്ട്. അത് ഏത് തരത്തിലാവും ബാധിക്കുക എന്ന ആശങ്കയാണ്. ആളുകളെ ഉൾപ്പെടെ തന്നെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. എല്ലാ തരത്തിലും വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് മനു ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മേഘ, ഇപ്പോൾ എത്ര യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്? ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി കൂടുതൽ ഫയർഫോഴ്സിനെ അടക്കമുള്ള സംവിധാനങ്ങളെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കളക്ടർ പറഞ്ഞു. ഇപ്പോൾ എത്ര യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് തീ അണയ്ക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്? മനു, നിലവിൽ 6 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ മിഠായി തെരുവിൽ ഉള്ളത്. നേരത്തെ കളക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീ ഇതുവരെയും പൂർണ്ണമായി അണയ്ക്കാൻ സാധിക്കുന്നത് വലിയ തരത്തിലുള്ള ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ശക്തമായ രീതിയിൽ തന്നെയാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു കടകളിലേക്ക് കൂടി ഇതുവരെയും തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. മറ്റു കടകളിലേക്ക് കൂടി തീ പടർന്നു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. മനു, മേഘ, പ്രധാനമായും ഒരു സംശയം നേരത്തെ മേഘ പറഞ്ഞതുപോലെ ഈ കെട്ടിടത്തിന്റെ പുറകുവശത്തേക്ക് കൂടി തീ പടർന്നിരിക്കുന്നു എന്ന സൂചനകൾ വരുന്നു. ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ ചേർന്നിരിക്കുന്ന സ്ഥലമാണ് മിഠായി തെരുവ്. അങ്ങോട്ടേക്കൊക്കെ കടന്നു ചെല്ലാനുള്ള മാർഗങ്ങൾ ഫയർഫോഴ്സിനുണ്ടോ അവിടെ? മനു, ഇപ്പോൾ പ്രധാന ഭാഗത്ത് 6 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഉള്ളത്. പുറകുവശത്തായി ഒരു ഫയർഫോഴ്സ് യൂണിറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ തീ ഏത് ഭാഗങ്ങളിലേക്കാണ് പടരുന്നത് എന്നനുസരിച്ച് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വിഷമതകൾ പിടിച്ച ഒരു കാര്യമാണ്. കാരണം ആളുകൾക്കൊന്നും തന്നെ സാധനങ്ങളൊന്നും തന്നെ മാറ്റാനൊന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കടകളിലൊക്കെ സാധനങ്ങൾ തിങ്ങി നിറുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഫയർഫോഴ്സും മറ്റ് പോലീസും ഒക്കെ തന്നെ ഈ കാര്യം കൂടുതൽ അന്വേഷിക്കുകയാണ്. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് ഇപ്പോൾ തീ പടർന്നിട്ടുള്ളത്? ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നത് വലിയ തരത്തിലുള്ള പുക മിഠായി തെരുവിൽ നിന്നും ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തീ ഇതുവരെയും 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടും തീ ഇതുവരെയും പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് തുണിക്കടകളിലേക്ക് ഉൾപ്പെടെ കടകളിലേക്ക് തീ പടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ കളക്ടർ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ഫയർഫോഴ്സ് കൂടുതൽ ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇവിടെ എത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പോയ 6 വണ്ടികൾ ഉള്ള ഭാഗത്തല്ലാതെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി ഫയർഫോഴ്സ് യൂണിറ്റ് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം തീ മറ്റിടങ്ങളിലേക്ക് കൂടി പടരുന്ന ഒരു കാഴ്ച മനു ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള വലിയ തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ രാധാ തിയേറ്ററിന്റെ ഭാഗത്തായിരുന്നു തീ പടർന്നത്. മറ്റ് പുറകു വശങ്ങളിലേക്ക് തീ ആളിപ്പടർന്നോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിലയിരുത്തി കൊണ്ടിരിക്കുകയാണ്.